ഈ പൂക്കളൊക്കെ കണ്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അത്രയും എനിക്ക് ഇഷ്ടമാണ് പൂക്കളെ. പൂ പറിക്കാൻ തോന്നത്തില്ല, പക്ഷേ കണ്ട് ആസ്വദിക്കുക. ആസ്വദിച്ച് കഴിയുമ്പോൾ വിശപ്പൊക്കെ അങ്ങ് പോകും, അങ്ങ് മനം നിറയും. വാങ്ങാതെ എനിക്ക് പൂ ഇടണം, അത്ര എൻ്റെ ഒരു ആഗ്രഹമാണ്. ആദ്യത്തെ പ്രാവശ്യം കുറച്ച് വാങ്ങിയായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഞാൻ എൻ്റെ ഈ ഗാർഡനകത്തുള്ള പൂ മാത്രം തന്നെയായിരുന്നു കൊണ്ട് പൂവിട്ടത്. പൂക്കളത്തിന് ഫസ്റ്റും കിട്ടിയായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്. ഇതൊരു പ്രത്യേക ഭംഗിയായി കാണാൻ നോക്കിയാൽ. ഇത് ഒരു വയലറ്റും വെള്ളയും കൂടെ മിക്സ് ആയിട്ടുള്ള ഇതാണ്, ഒരു പ്രത്യേക ഷെയ്ഡാണ് ഇത് കാണാനായിട്ട്. ഇതൊക്കെ ഒരു റെയർ കളറാണ്, കിട്ടാൻ വലിയ പാടാണ്. ഒരു 1-2 മാസം വരെ ഈ പൂ ഇങ്ങനെ നിൽക്കും. അതാണ് നമ്മൾ ഈ ചെടി വളർത്തുന്നതിൻ്റെ എനിക്കൊരു ഇൻട്രസ്റ്റ്. ഇപ്പം തന്നെ വിരിഞ്ഞിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയിൽ കൂടുതലായി ഈ പൂ വിരിഞ്ഞിട്ട് തന്നെ. ചെമ്പരത്തി തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇത് മഞ്ഞ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് ഈ മഞ്ഞ. പലരും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ കമ്പടിച്ച് കൊടുക്കാറുണ്ട്. ഇത് വെണ്ട ചെമ്പരത്തി എന്ന് പറയും. രാവിലെ ആകുമ്പോൾ അങ്ങ് വിരിഞ്ഞ് നിൽക്കുന്ന നല്ല കട്ട മെറൂൺ കളറാണിത്. പൂക്കളെ ഇടാൻ നേരത്ത് നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ പൂവ് നമ്മൾ പറിച്ച് വെക്കണം, നല്ല എടുത്ത് കാണിക്കുന്ന ഒരു കളറാണിത്. കണ്ടോ, ഇത് നോക്കുമ്പോഴേക്കും ഇത് ഇങ്ങനെ നല്ല കളറിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് നിൽക്കുന്നത്. ജമന്തി ഈ സ്പെഷ്യലായിട്ട് അത്തത്തിന് വേണ്ടി ഞാൻ കളക്ട് ചെയ്യുന്നതാണ്. ഓണം ആകുമ്പോഴേക്ക് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ്. ഈ ഓറഞ്ച്, ഇത് മഞ്ഞ. പൂക്കളുടെ എണ്ണം പറയുകയാണെങ്കിൽ എല്ലാം കൂടി ഒരു 10-40 വെറൈറ്റി പൂക്കൾ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും കൂടിയാണ് വരുന്നത്. ഓരോ പ്രാവശ്യവും ഐറ്റംസ് കൂട്ടി കൊണ്ടുവരും. എൻ്റെ പേര് സിന്ധു. ഇവിടെ സ്ഥലം ചാലക്കുഴി മെഡിക്കൽ കോളേജാണ്. കൊച്ചുനാൾ മുതലേ കൃഷി ഭയങ്കര ഇഷ്ടമാണ്. കൃഷിയെന്ന് വെച്ചാൽ പൂക്കളൊക്കെയാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ആ ഒരു ഇൻട്രസ്റ്റും, പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഈ ചെടിയുടെ ഇടയിലൊക്കെ വന്ന് നിൽക്കുമ്പോഴേക്ക് കിട്ടുന്ന ഒരു ആ ചെടികളുടെ ആ ഭംഗിയും അതിൻ്റെ ഇതൊക്കെ കണ്ട് നിന്ന് പോകുന്ന സമയം പോകുന്നതറിയില്ല. എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ തോന്നും എനിക്ക്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതൊക്കെ സ്പെഷ്യൽ വെറൈറ്റി കളേഴ്സാണ് ഇതിൻ്റെയൊക്കെ. സാധാ ഇതിൽ കിട്ടുമ്പോഴേക്കും നമുക്ക് ഒരു നോർമൽ കളറിന് വേറിട്ടുള്ള വയലറ്റ് ഇതൊക്കെ കിട്ടും. ഈ റെഡ് ഒരു റെയർ കളറാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഈ ചുവപ്പ് കളറ്, ഈ വയലറ്റ്. ഇതിൻ്റെ പേര് സെലേഷ്യ എന്നാണ്. പക്ഷേ ഇതിപ്പോൾ സീസൺ കഴിഞ്ഞു. ഇത് നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ വെറൈറ്റി വേറെ ചുവപ്പുണ്ട്, വയലറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഞ്ഞ ഒരു നല്ല കളർഫുള്ളായിട്ട് നിറഞ്ഞങ്ങ് നിൽക്കും. ഇത് ശരിക്കും ഒരു കുട പോലെ, മൊത്തത്തിൽ ഒരു ചെടി തന്നെ കുട പോലെ നല്ല ഭംഗിയായിട്ട് അങ്ങ് നിൽക്കുന്നത്. ഇത് അടീനിയാണ്, വെള്ളയാണ്. സീസൺ ആകുമ്പോഴേക്ക് ഇത് നിറയെ പൂക്കളുണ്ടാകും. സാധാരണ എല്ലാവരും പ്രൂൺ ചെയ്ത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. ഞാനപ്പോൾ ഇത് മുറിച്ച് സാഫ് പുരട്ടിയിട്ട് ഗ്ലാസ് ഇട്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു, വെള്ളം വീഴാതിരിക്കാനായിട്ട്. ഇത് സമയമാകുമ്പോഴും നിറയെ പൂക്കളുണ്ടാവും ഇതിനകത്ത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴേക്കും നല്ല രസമാണ്. ഇത് ഒരു ചെടി തന്നെ 3 കളർ പൂ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് കാണുമ്പോഴറിയാം. ഇതിൽ പൂ വന്നു കഴിഞ്ഞായിരുന്നു. ഇത് വന്നിട്ട് വേറെ കളറാണ്. ഈ ഡബിൾ പെറ്റലായിട്ട് വന്ന ഈ കളറ് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൽ പിടിപ്പിച്ചിരിക്കുക. ഇത് അങ്ങനെ 2-3 സക്സസ് ആയി കിട്ടി. ഇപ്പോൾ അതിൽ മൊട്ട് വന്നിട്ടുണ്ട്. ഈ ഓർക്കിഡ് എല്ലാവരും പോട്ടിനകത്ത് വയ്ക്കും. പക്ഷെ ഞാൻ നോക്കിയപ്പോഴേക്ക് തൊണ്ടിലാണ് ഇത് കൂടുതൽ, ഇതിൻ്റെ വേരോട്ടം കൂടുതൽ വരാൻ സാധ്യത നല്ലതായിട്ട് കിട്ടുന്നത് തൊണ്ടിൽ വയ്ക്കുമ്പോഴേക്കാണ്. ചട്ടി തന്നെ വേണമെന്നില്ല. ഈ തൊണ്ടിനകത്ത് ഇതും തൊണ്ടിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടി സപ്പോർട്ടിന് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് തൊണ്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് ശിഖരങ്ങളെല്ലാം വന്ന് ഇതിൽ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചട്ടി ഇത് പ്ലാസ്റ്റിക് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇത് കണ്ടോ, അതൊരു കാലപ്പഴക്കത്തിന് അധികമില്ല. അതുകൊണ്ട് തൊണ്ടാണ് ഇതിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ബെറ്റർ തൊണ്ടാണെന്നാണ് നല്ലത്. ഇത് ഈ കാണുന്നത് കണ്ടോ, ഇതും തൊണ്ടിൽ കൂടി ഇങ്ങനെ അതിൻ്റെ വേര് പിടിച്ച് നല്ല ഇതായിട്ട് പോയിട്ടുണ്ട്. ഒരു സപ്പോർട്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇത് കേശവർദ്ധിനി എന്ന് പറയും. ഇത് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. മുടി വളർച്ചയ്ക്കൊക്കെ നല്ല ഇതായിട്ടുള്ളതാണ് കേശവർദ്ധിനി. ഇതിൻ്റെ പൂവും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ റോസയുണ്ട്, ഒരു 4-5 ടൈപ്പ് റോസ നിപ്പുണ്ട്, ഇവിടെ നിപ്പുണ്ട്. അത് നാടനായിട്ടേ ഉള്ളൂ. പനിനീരുണ്ട്, വെള്ളയുണ്ട്, ഈ ചെറിയ റോസുണ്ട്. പക്ഷേ ഇതിൽ മൊട്ട് വന്നിട്ടില്ല. ഇത് പനിനീറാണ്. ഇത് നമ്മുടെ നാടൻ റോസ് ചുവപ്പാണ്. ഇത് നാടനാണ്, ഈ പടരുന്ന ടൈപ്പ് വെള്ള. ഇങ്ങനെ റോസയും ഒരു 5-6 ഐറ്റം വരും. ഇത് അഗസ്തി, 3 കളറുണ്ട്. അഗസ്തി തന്നെ വെള്ളയുണ്ട്, പിങ്കുണ്ട്, ഇത് റോസ്. തോരൻ വയ്ക്കാനും ഇതൊക്കെ ആയിട്ട് നല്ലതാണ്. നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് അഗസ്തിയുടെ പൂ. എല്ലാ കൃഷി ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ ഈ അഗസ്തി തിരഞ്ഞു പിടിച്ച് വാങ്ങി വയ്ക്കുന്നുണ്ട്.
എന്തായാലും എനിക്ക് ആവശ്യത്തിന് കിട്ടാറുണ്ട്. ഇത് 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പറിച്ച് നമ്മൾ കവറിൽ കളക്ട് ചെയ്ത് വെച്ചിരുന്ന് നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടും. മനസ്സിൽ എന്തെങ്കിലും വിഷമം ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ അതെല്ലാം അങ്ങ് എനിക്ക് സ്വാഭാവികമായിട്ട് അങ്ങ് മറക്കാൻ ശ്രമിക്കും. ഞാൻ ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ ടെൻഷനൊക്കെ കയറി ഇരുന്നാലും വന്ന് ഇതിൻ്റെ ഇടയിൽ വന്ന് ഈ പൂവൊക്കെ കണ്ട് ഇതിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതൊക്കെ കാണുമ്പോഴേക്കും മനസ്സിനൊരു പ്രത്യേക സന്തോഷം കിട്ടാറുണ്ട്. എനിക്ക് പറ്റുന്ന സമയം അത്രയും ഞാൻ ഇതിൽ ചിലവഴിക്കാനാണ് നോക്കുന്നത്. എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈം ഒരിടത്ത് പോകാനും തോന്നാറില്ല. എനിക്ക് ഇതിൽ തന്നെ ചെടിയും പൂവുമായിട്ട് അങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഒരു ഭയങ്കരമായിട്ട് ചെടിയും പൂവിനോട് ഭയങ്കര അഡിക്റ്റ് ആയിപ്പോയി അങ്ങ്. പിന്നെ ഓർക്കിഡിൻ്റെ വേറൊരു ഡാൻസിങ് ഗേളെന്ന് പറയുന്നത് ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഉണ്ട്. ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, ഇങ്ങനെ മെറൂണുണ്ട്. ഇതിപ്പോൾ എനിക്ക് മഞ്ഞ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 3-4 കളർ ഉണ്ട്. പിന്നെ ഇതിന് ഞാൻ കൊടുക്കുന്ന വളം തേങ്ങ വെള്ളം പൊട്ടിച്ച് എടുക്കുന്ന ആ തേങ്ങ വെള്ളം നമ്മൾ 1-ന് 4 ഇരട്ടിയായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലൊരു ചെറിയ പൂവും വരും. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നും പറയും. ഇത് വേറെ പേരും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് കണ്ട പൂമ്പാറ്റ കണക്കുള്ളൊരു ഷേപ്പാണ് ഇതിന്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതിൻ്റെ ഇല നിൽക്കുന്ന പൂമ്പാറ്റ കണക്ക് നല്ല ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ഇലച്ചെടി പല കളറിലുള്ള ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇങ്ങനെ പല വെറൈറ്റിയിൽ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോഴേക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നിൽക്കുന്ന രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നോക്കുമ്പോഴേ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കാണാനായിട്ട്. ഇതിൻ്റെ തന്നെ 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എവിടെ കണ്ടാലും കളക്ട് ചെയ്തൊരു ശീലമാണ്. ഈ ഒരു സൈസ് കിളിയില്ലേ, ആ കിളി ഇതിനകത്ത് വന്ന് ചിലപ്പം കൂട് കൂട്ടിയിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൂട് വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ തൂങ്ങി കിടക്കുന്ന കാരണം ഇതിൻ്റെ ഇടയിൽ വന്ന് കൂട് കൂട്ടിയിരിക്കും. ഇത് രാവിലെയും വൈകിട്ടും തത്ത ഞാൻ മുകളിൽ കയറി വരുമ്പോൾ ഒരു പറ്റത്തോടെ വരും. രാവിലെയും വന്നിരിക്കും, വൈകിട്ടും വരും. പക്ഷെ എന്നെ കാണുമ്പോഴങ്ങ് പറന്നു പോകും. അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ വന്നിരിക്കും. ഈ താമര പോട്ടിൽ വന്നിരുന്ന് കുളിക്കുക. കിളികളായാലും ചിത്രശലഭങ്ങളായാലും അത് തേടി ഇവിടെ വരുമ്പോഴേക്ക് ഇരിക്കാനും തേൻ കുടിക്കാനും ഇതിനൊക്കെ സന്തോഷിക്കാനും കൂടെ ഒരു അവസരം കിട്ടുന്നുണ്ട്. ഇത് 4 മണിയാണ്. ഇത് ഒരു ഓറഞ്ച് കളറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് തെറ്റിയല്ല, തെറ്റി പോലെ ഉള്ള വേറൊരെണ്ണം പൂവാണ്. ഇതിൻ്റെ 3 കളറുണ്ട്. വയലറ്റ്, ചുവപ്പ്, മെറൂണ്. പൂ വരുമ്പോഴേക്കും ഇത് നിറച്ചങ്ങ് വരും കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പൂ വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ മണ്ട വെട്ടി അങ്ങ് വിടണം. എങ്കിലും ഇത് പിന്നീട് നല്ല ബുഷായിട്ട് വീണ്ടും വരത്തുള്ളൂ. ഇതൊരു വെറൈറ്റി ഓർക്കിഡാണ്. പെൻസിൽ ഓർക്കിഡെന്ന് പറയും. ഇതിൽ ഇപ്പം ദേ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഈ അറ്റത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. ഇതിലിപ്പോൾ എല്ലാത്തിൻ്റെ തുമ്പിൽ വന്നിട്ടുണ്ട് മൊട്ട്. ഈ വാടാമല്ലി തന്നെ ഇത് ഇപ്പം വാങ്ങി വെച്ചതാണ്. ഇതൊരു സ്പെഷ്യലാണ്. ഇത് ഇങ്ങനെ കിട്ടാൻ പാടാണിത്. സാധാ വിത്ത് ഇത് പൊളിച്ചിടും പോലെ ഇട്ടാൽ പൊടിക്കത്തില്ല. ഇത് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പൊളിച്ച് അതിൻ്റെ അരി സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ നല്ല കെയർ ചെയ്ത് നോക്കി വേണം ഇടാൻ. ഇതിൻ്റെ പേര് ബിഗോണിയ എന്നാ. ഇത് ഒരു 3 കളർ ചേഞ്ച് ആയിട്ടുള്ളതുണ്ട്. ഇതിപ്പം പച്ചയിൽ വെള്ളപ്പൂ, അപ്പുറത്തൊരെണ്ണം നിൽക്കുന്നത് ചുവപ്പിൽ ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്ന ഇതാണ്. പിന്നെ താഴെ നിൽപ്പുണ്ട് ചുമന്ന ഇലയും ചുവപ്പ് പൂവായിട്ടുള്ളത്, അതുണ്ട്. 10 മണി വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങ് വാടിപ്പോവും. രാവിലെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഈ കളറൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് രാവിലെ ആകുമ്പോൾ നല്ല വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ പൂവിടാൻ നേരത്ത് അത്തപ്പൂക്കള ഇടാനായിട്ട് 10 ദിവസം കളറ് വേറെ വേറെ വേണമല്ലോ. അപ്പം ഓരോ ദിവസം ഓരോ കളറിലിടും. ഇത് ഞാൻ പറഞ്ഞ ശംഖുപുഷ്പം ഒന്ന് ഇതാണ്. ഈ വയലറ്റ് ഇതാ ഇപ്പം ഇതിൽ കയറി വന്നിട്ടുണ്ട്, കണ്ടോ. ഇത് ഒരു വെറൈറ്റിയാണിത്. ഇത് അതിൻ്റെ വൈറ്റ്, ഇത് നീല. ഇത് പണ്ടൊന്നും ആരും യൂസ് ചെയ്യാറില്ലായിരുന്നു. എന്താ ശവന്നാറി പൂവെന്നൊക്കെ പറയുമായിരുന്നു. വിങ്കാന്ന് പറയും. അത് തന്നെ പല കളറുണ്ട്. ഈ പൂവുണ്ടല്ലോ, ഇത് ശരിക്കും പല കളറിൽ എനിക്കിപ്പം 3-4 കളറുണ്ട്. അത്തപ്പൂ ഇടാനാണെങ്കിൽ ഇത് നമുക്ക് ഓരോ ദിവസം കവർ ചെയ്തിടാനായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ കളറ് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇടാനായിട്ടാണെങ്കിൽ ഈ പൂവൊക്കെ റെഡിയാവും. ഇത് താമര, പിങ്ക് പിയോണി എന്നോ എങ്ങാണ്ടാന്ന് പേര് ഇതിൻ്റെ. ഇത് ഇപ്പം വിരിഞ്ഞ് തീരാറായി. നാളെ പൊഴിയാൻ തുടങ്ങി. ഇത് വിരിഞ്ഞ് വരുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി. രാവിലെ ആകുമ്പോൾ ഇത് വിരിയും. ഒരു 10-11 മണിയാകുമ്പോൾ കൊണ്ട് ചുരുങ്ങി. 2 ദിവസം 3 ദിവസം നിൽക്കത്തുള്ളൂ. ഇത് രണ്ടും വന്നിട്ട് നൈറ്റ് ബ്ലൂമർ എന്ന് പറയുന്ന ആമ്പലാണ്. അത് വല്ലപ്പോഴും ഇതിനകത്ത് പൂ വരാറുള്ളൂ. ഇതും വേറൊരു വെറൈറ്റി ആമ്പലാണ്. ആമ്പലൊരു 8 കളർ ആമ്പലുണ്ട്. താമരയും 4-5 കളറോളം താമരയുണ്ട്. തെറ്റിയും 4 കളറുണ്ട് തെറ്റി. ഇത് ഡാർക്ക് റെഡാണ്. ഈ നിൽക്കുന്നത് ഡാർക്ക് റെഡാണ് ഇത്. പിന്നെ ഇത് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ഇത് 2 കളറുണ്ട്. ഇത് ഓറഞ്ചാണ്.
ഈ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നതിൻ്റെ ഓറഞ്ച് കളറാണ്. അതിപ്പം ഞാൻ ഈ ഇടയായിട്ട് മീറ്റിന് പോയപ്പോഴേക്ക് വാങ്ങി വെച്ചതാണ്. ഇത് ആദ്യമായിട്ട് കൊണ്ട് വെച്ചതാണ്. ഇതുവരെ അതിൽ പൂ വന്ന് തുടങ്ങിയിട്ടില്ല. ഇത് ആന്തൂറിയം. ഇതും ജമന്തി, ഡാലിയ ജമന്തിയാണിത്. മുട്ടായി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു മാസം കഴിയുമ്പോഴേക്കും ഇതിനകത്തൊക്കെ പൂവായി വരും. ഹോയ എന്ന് പറയും ഇതിന്. ഒരു വയലറ്റ് കളറാണ്. ഇതിൻ്റെ 2 കളറുണ്ട്, വെള്ളയും ഉണ്ട് ഈ കളറും ഉണ്ട്. അത് കുട പോലെ ഇങ്ങനെ കിടക്കും, നല്ല ഇതായിട്ട് കുട പോലെ തൂങ്ങി കിടക്കുന്നത്. നമുക്ക് 1 സെൻറ്റ് ആയാലും 2 സെൻറ്റ് ആയാലും അതിനകത്ത് ഇത് ചെയ്യാൻ ഇത്രയും സ്ഥലം മാത്രമേ എനിക്ക് ചെയ്യാനായിട്ടുള്ളൂ എങ്കിലും ഞാൻ അതിൽ മാക്സിമം ഉള്ള രീതിയിൽ ഓരോ സീസൺ അനുസരിച്ചുള്ളത് ഞാൻ അതനുസരിച്ച് അങ്ങ് ചെയ്യും. എല്ലാവരും പച്ചക്കറി ചെയ്യും, ഞാൻ രണ്ടും കൂടി കവർ ചെയ്തുകൊണ്ട് പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മട്ടുപ്പാവ് കൃഷിഭവനിൽ നിന്ന് അവാർഡ് കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം വന്നു നമ്മുടെ വാർഡിൻ്റെ ഇതിൽ തന്നെ വന്നു മട്ടുപ്പാവ് കൃഷിയുടെ ഇതിൽ പച്ചക്കറിയുടെ ഇതിന് എനിക്ക് അവാർഡ് കിട്ടിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള അത്യാവശ്യമുള്ള പച്ചക്കറി എല്ലാം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോവുക ചെയ്യണം. പൂവും പച്ചക്കറിയായിട്ട് ഒന്നിച്ച് കൊണ്ടുപോകും. ഇത് കുമ്പളങ്ങയാണ്, അത് പാവൽ, പിന്നെ അപ്പുറത്ത് പടവലം നിപ്പുണ്ട്, വെള്ളരി നിപ്പുണ്ട്. സ്പെഷ്യൽ വെറൈറ്റി മുളകാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു കയ്യിലെ ഇത്രയും നീളത്തിന് തന്നെ നീളം ഇത് ഈ മുളക്. ഇത് മാലി മുളകെന്നും പറയും, നമ്മുടെ നാട്ടിൽ ഉടങ്കൊല്ലി മുളകെന്ന് പറയും. ഇത് നല്ല മീനിലൊക്കെ ഇടാനായിട്ടൊക്കെ നല്ല ടേസ്റ്റുള്ള ഇതാണ് മുളക്. ഇത് മേളിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് മുളകാണ്. ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ, ഇത് കൊലയായിട്ട് മുകളിലോട്ട് വന്ന് നിൽക്കുന്ന മുളക്. തക്കാളിയും പിടിച്ചു തുടങ്ങിയിട്ടില്ല. തക്കാളി ഒരു 8-10 വെറൈറ്റി തക്കാളിയുണ്ട്. ചെറിയ തക്കാളി തന്നെ, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, പിന്നെ ഈ ബൾബ് ഷേപ്പിനുള്ള തക്കാളി, ചെറിയ ബൾബുണ്ടല്ലോ ആ ഷേപ്പിനുള്ള തക്കാളിയുണ്ട്. ഇത് വേറെ ആപ്പിളാണ്. ഇത് ചെറുനാരങ്ങ വലുപ്പത്തിനാവും, പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇതൊരു മെഡിസിൻ പ്ലാന്റാണ്, മക്കോട്ട ദേവ എന്ന് പറയും. മക്കോട്ട ദേവ ഡയബറ്റിക്കിന് നല്ല മരുന്നാണിത്. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിനെ നമ്മളെടുത്ത് അരിഞ്ഞ് ഉണക്കി വെച്ചിരുന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ഡയബറ്റിക്കിന് നല്ല കുറവുണ്ടെന്ന് പറയും. അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ഒരു വെറൈറ്റി ഗ്രേപ്സാണ്, കംബോഡിയൻ ഗ്രേപ്സ് എന്നും പറഞ്ഞ് ഞാൻ ഇത് തിരൂർ മീറ്റിന് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കയറി വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു 4-5 കിലോയോളം ഓരോ കൊലയും ഇങ്ങനെ പിടിച്ച് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് പോയപ്പോൾ വാങ്ങിയതാണ്. കംബോഡിയൻ ഗ്രേപ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഫാഷൻ ഫ്രൂട്ട് നല്ല മധുരമുള്ള ഇനമാണ്. ഇത് കളർ ഏതാണെന്നറിയില്ല. 2 കളറുണ്ടായിരുന്നു, മഞ്ഞയും ഉണ്ടായിരുന്നു, ഒരു ബ്രൗൺ കളറിലതും ഉണ്ടായിരുന്നു ഫാഷൻ ഫ്രൂട്ട്. പക്ഷേ ഇത് ശരിക്കും പിടിക്കുന്നതാണ്. വെയിലിൻ്റെ ചൂട് കാരണം എനിക്ക് ഇത് കുറേ പൂവ് അത്രയും അങ്ങ് പൊഴിഞ്ഞു പോയി. ഇപ്പം ഞാൻ കുറേ വെട്ടിക്കളഞ്ഞപ്പോഴേക്ക് കുറച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇപ്പം പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഫാഷൻ ഫ്രൂട്ട്. വള്ളിക്കീര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ചീരവർഗത്തിൽപ്പെട്ട ഒരിതാണ്. കൊഴുപ്പൻ കീര എന്നും പറയും, വള്ളിക്കീര എന്നും പറയും ഇത്. പക്ഷേ ഇങ്ങനെ എനിക്കൊരു വലിയൊരു ഡ്രം ആയത് കാരണം ഇപ്പം എല്ലാം ഇതിനകത്താണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ബക്കറ്റിലാകുമ്പോൾ ഇത്രയും വളർച്ച കിട്ടില്ല എനിക്ക്. ഇത് മുന്തിരിയാണ്. മുന്തിരി കുറച്ചൊക്കെ ഇപ്പം കവർ ചെയ്ത് നിർത്തിയിരിക്കുക. കിളിയുടെ ശല്യം കാരണം കവർ ചെയ്തൊക്കെ നിർത്തിയിരിക്കുക. അല്ലെങ്കിൽ എല്ലാം രാവിലെ ആകുമ്പോൾ കിളി എണ്ണാനും ഒക്കെ കൊണ്ടുപോകും. ഇത് വന്നിട്ട് സപ്പോട്ട, ബനാന സപ്പോട്ടയാണിത്. അതായത് പ്രത്യേകത വെച്ചാൽ ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് ഇതാണ്ട് നിൽക്കുന്നുണ്ട്, ഒരു റൗണ്ടല്ല, പഴത്തിൻ്റെ കണക്ക് നല്ല ഇച്ചിരി ഓവൽ ഷേപ്പിനുള്ളതാണ്. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് കയറി നിന്നിട്ടായാലും ഇത് പറിക്കാൻ പറ്റും. അത്രയും ഇതിന് നിൽക്കുന്ന കാരണം അറ്റത്ത് നിന്നായാലും പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നതല്ല. ഇത് ഏലമാണ്. ആദ്യം ടെറസിൻ്റെ മുകളിലായിരുന്നു. ഒരു പ്രാവശ്യം ചെറുതായിട്ട് പൂ വന്നു. അപ്പോൾ ഇതിൻ്റെ വളർച്ച മുരടിച്ചത് കാരണം ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറക്കി താഴെ കൊണ്ട് വെച്ചതാണ്. പിന്നെ ഇത് ഈ രാമച്ചം, ഇത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ഇപ്പം വാങ്ങാറില്ല. അത് സമയമാകുമ്പോൾ ഇത് നട്ട് എടുക്കുകയും ചെയ്യും. ഇതിൻ്റെ വേരാണ് യൂസ് ചെയ്യണം രാമച്ചത്തിൻ്റെ. എൻ്റെ ഒരു മക്കളെ പോലെ ഞാൻ പരിപാലിച്ച് കൊണ്ടുപോവുകയാണ്. പൂവും കൃഷി ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പം എന്തോ ഒരു പ്രത്യേക ഒരു സുഖം കിട്ടുന്നുണ്ട് എനിക്ക്. ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ പലതും മറക്കും, സന്തോഷം കിട്ടുന്നുണ്ട്. രാവിലെ കയറി വരുമ്പോഴേക്കും ഇത് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. പച്ചക്കറി ആയാലും നമ്മൾ നട്ട് വളർത്തിയെടുക്കുന്ന പച്ചക്കറി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും എനിക്കതിപ്പോഴും മനസ്സിലാവും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുള്ളതും
നമ്മൾ നട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കുന്ന ചീരയൊക്കെ ആയാലും ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ ഉള്ള സ്ഥലത്ത് പറ്റുന്ന രീതിയിൽ, ഒരുപാട് ചെയ്യണമെന്നില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ ഉള്ളത് മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക.